എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു വലിയ ചർച്ചയായിരിക്കുന്നതും പൊതുജനത്തിനെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നതുമായ ഒരു വിഷയത്തിൻ്റെ സമഗ്രമായ ഒരു പഠനം അതുമായി ബന്ധപ്പെട്ട് നടത്തിയതിൻ്റെ ബാക്കി പത്രമായി ചില വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് ഈ കോപ്പറേറ്റീവ് ബാങ്ക്, ഇത് കണ്ടമാനം ബാങ്കുകൾ പൊട്ടി. ഈ ബാങ്കുകൾ പൊട്ടിയതിൻ്റെ കാരണങ്ങൾ എന്ത്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ കളികൾ, ഇതെന്തുകൊണ്ടാണ് ഇത് സാധാരണക്കാർക്കിട്ടത് അടി കിട്ടിയത്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ദീർഘമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ചില വീഡിയോകളായി പൊതുജന സമക്ഷത്തിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമേ തന്നെ പറയട്ടെ, ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രസക്തി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്കിതിൻ്റെ ഘടന എന്താണെന്ന് മനസ്സിലാക്കാൻ. ഒന്നാമത്തെ കാര്യം, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ ഗ്രാമങ്ങളുടെ വളർച്ചയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികമായി പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ. കുഗ്രാമങ്ങളിൽ ഒരു ചെറിയ മുറികളിൽ സഹകരണ സംഘങ്ങളായി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക അടിത്തറയുടെ നട്ടെല്ല് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളായിരുന്നു. ഇത് തുടങ്ങിയ കാലത്ത് നല്ല ലക്ഷ്യങ്ങളായിരുന്നു. ഇന്ന് ലക്ഷ്യങ്ങളൊന്നും മോശമില്ല. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശസ്തി എന്ന് പറയുന്നത്. പ്രശസ്തിയല്ല, പ്രസക്തി. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇത് പൊതുജനം വളർത്തിയ പൊതുജനത്തിൻ്റെ പ്രസ്ഥാനമാണ്. പൊതുജനം വളർത്തിയ പൊതുജനത്തിൻ്റെ പ്രസ്ഥാനം. ഇതിൻ്റെ അടിത്തറ തന്നെ ജനകീയതയായിരുന്നു എന്നുള്ളതാണ് എല്ലാ കാലത്തും ഈ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ. ജനകീയതയായിരുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു നാഷണൽ ബാങ്കിലേക്ക് ചെന്നാൽ ഇപ്പോൾ ഇച്ചിരി മര്യാദയൊക്കെ ഉണ്ടെങ്കിലും ഒരു 3 വർഷമോ 4 വർഷമോ മുമ്പ്, അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് സ്റ്റേറ്റ് ബാങ്കിലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലോ ഒക്കെ ഒരുത്തൻ ചെന്നാൽ, ഒരു സാധാരണക്കാരന് ചെന്നാൽ അവിടെ ഒരു വിലയില്ലായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളെല്ലാം കൂടെ വന്ന് നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കിരീട കോണിലെങ്കിലും ഇങ്ങനൊരു ചിരിയൊക്കെ വെക്കാൻ അവർ തയ്യാറായത്. എന്നിട്ടും ഒരു വലിയ താല്പര്യമൊന്നുമില്ല. പല ബാങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇരുന്ന് പണിയെടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. അതുകൊണ്ട് നിർവാഹമുണ്ടേ ഒരുമാതിരിപ്പെട്ടവർ നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെയുള്ളിടത്തോട്ട് പോകുന്നില്ലെന്നുള്ള സത്യം. പിന്നെ ഈ കാലഘട്ടങ്ങളിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷന്, പ്രത്യേകിച്ച് ഈ KSRTCയുടെ പെൻഷന്, സാമൂഹിക സേവന പെൻഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫണ്ടുകളൊക്കെ എടുത്തിരുന്നതും ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ്. സഹകരണ പ്രസ്ഥാനം ജനം കൂട്ടി വെച്ചിരുന്ന പണത്തിൽ നിന്നാണ്. പിന്നെ ആവശ്യക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ ജനത്തിന് ഒരാവശ്യം വന്നാൽ വളരെ എളുപ്പമായി സമീപിക്കാവുന്ന ഒരു ബാങ്ക് ഈ കോപ്പറേറ്റീവ് ബാങ്കായിരുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയാം. ഗ്രാമങ്ങളിൽ ഒരു കൃഷിക്കാരന് ഒരു വിവാഹത്തിനോ അല്ലെ ഒരു വിദ്യാഭ്യാസത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരാവശ്യത്തിന് ഒരു റോഡില്ലാത്ത ഒരു പറമ്പ്, അയാൾ താമസിക്കുന്ന അങ്ങനെയാണ്. മിക്കവാറും ഗ്രാമങ്ങളിലൊക്കെ മിക്കരും താമസിക്കുന്നിടത്ത് പറമ്പിലേക്ക് റോഡൊന്നുമില്ല. റോഡിൽ നിന്ന് അവർ ഗ്യാസ് കുറ്റി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെ ചുമന്നുകൊണ്ട് പോയാണ് ജീവിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള താമസ സ്ഥലങ്ങളോ പുരയിടങ്ങളോ ഒക്കെ ഈ നാഷണൽ ബാങ്കുകൾ ഒന്നും പണയം പിടിക്കുകയില്ല, ഒന്നും അവർ കൊടുക്കുകയില്ല. അവർക്ക് അവിടെ നിയമം മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഈ സഹകരണ സംഘങ്ങൾ ഈ വ്യക്തികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ അത് മനസ്സിലാക്കി അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാൻ പറ്റിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം ഇല്ലെന്നാക്കി കളഞ്ഞു എന്നതാണ് വേറൊരു സങ്കടം. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് സമീപിക്കാവുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. വേറൊന്ന്, ഈ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് വരെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
എന്ന് പറഞ്ഞാൽ ബാങ്ക് മൊത്തം അങ്ങ് പൊളിഞ്ഞു പോയാലും 5 ലക്ഷം രൂപയ്ക്ക് വരെ അതിന് പരിരക്ഷയുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ നാഷണൽ ബാങ്കുകളുടെയൊക്കെ ചെക്കയിൽ 1 ലക്ഷം രൂപയ്ക്ക് പരിധി സംരക്ഷണമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സകല മേഖലയിലും ഗുണമായിരുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് കളഞ്ഞു എന്നതുകൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യം സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പ്രയാസപ്പെടുത്തുന്നതാണ്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ, ഈ കോപ്പറേറ്റീവ് ബാങ്ക് നഷ്ടപ്പെട്ടു പോയാൽ ശരിക്കും ബാധിക്കുന്നത് ഗ്രാമങ്ങളിലുള്ള സാധാരണക്കാരനെ ആണ് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അങ്ങനെയാണെങ്കിൽ മുന്നോട്ടുള്ള ഓരോ വീഡിയോകളിലും ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് തകർന്നു, എന്താണ് ഇതിൻ്റെ ഘടന, ഇന്നത്തെ ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള വിഷയങ്ങളെല്ലാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.